ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ചിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഗൂഗിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പിക്സൽ 9 എന്നുള്ള സ്മാർട്ട് ഫോൺ ഈ മാസം ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.3 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. ഗൂഗിൾ ടെൻസർ G4 ചിപ്പായിരിക്കും വരിക. 48+13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5100 mAh ബാറ്ററിയും 23 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 7.5 വാട്ടിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് ഈ ഫോൺ വന്നേക്കാം. പിന്നെ വിവോയുടെ വിവോ T4X 5G എന്ന സ്മാർട്ട് ഫോൺ മാർച്ച് 5 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ഇപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പിന്നെ MediaTek Dimensity 7300 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സറാണ്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. പിന്നെ വളരെ കൂടി 6500 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരും. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വന്നേക്കാം. ഈ ഒരു ഫോൺ ഒരു 13,000-13,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തേക്കാം. മാർച്ച് 5 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഐക്യൂടെ iQOO Neo 10R എന്നുള്ള സ്മാർട്ട് ഫോൺ മാർച്ച് 11 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഫോണിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 6400 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വില 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. ആ ഒരു പ്രൈസ് റേഞ്ചിൽ പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. പിന്നെ മാർച്ച് 2 സാംസങ് A26 5G എന്ന സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. Exynosന്റെ 1280 എന്ന പ്രോസസ്സർ വരുന്നതായിരിക്കും. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരും. മാർച്ച് 2 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു 20,000-25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ സാംസങ് A36 5G എന്ന സ്മാർട്ട് ഫോണും മാർച്ച് 2 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിലും സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആയിരിക്കും വരിക. സ്നാപ്ഡ്രാഗൺ 6 Gen 3 എന്ന പ്രോസസ്സർ വരും. 50+8+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരും. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 33,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ ലോഞ്ച് ചെയ്തേക്കാം. പിന്നെ 42,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് സാംസങ് A56 5G എന്ന സ്മാർട്ട് ഫോണും മാർച്ച് 2 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയായിരിക്കും വരിക. പിന്നെ എക്സിനോസിന്റെ 1580 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 5000 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ 50+12+5 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 12 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. ഈ ഫോണുകൾ മാർച്ച് 2 ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പിന്നെ സാംസങ് F16 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഞ്ച് ഡേറ്റ് കൺഫേം ആയിട്ടില്ല. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ വരുള്ളൂ. MediaTek Dimensity 6300 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+5+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 13 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററി 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഇത് M16 5G എന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും. വില 12,500 രൂപ പ്രൈസ് റേഞ്ചിൽ വരും. പിന്നെ മാർച്ച് 4 നത്തിങ് ഫോൺ 3A അതുപോലെ തന്നെ 3A Pro എന്നീ ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ രണ്ട് ഫോണുകളിലും 6.77 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 7s Gen 3 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. പിന്നെ 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 3A Proയിൽ നമുക്ക് പെരിസ്കോപ്പ് ലെൻസ് തന്നെ ലഭിക്കും. പിന്നെ 3Aയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും 3A Proയിൽ 50 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നതായിരിക്കും. 5000 mAh ബാറ്ററിയും 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വന്നേക്കാം. ഇതിൽ 3A എന്നുള്ള സ്മാർട്ട് ഫോൺ 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും 3A Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 30,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും വരുന്നതായിരിക്കും. മാർച്ച് 4 ഈ ഫോണുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ റിയൽമിയുടെ 14 Pro Lite എന്ന സ്മാർട്ട് ഫോൺ ഈ മാസം ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സർ ആയിരിക്കും വരിക. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5200 mAh ബാറ്ററിയും 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. 22,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പിന്നെ ഇത് കൂടാതെ റിയൽമി GT70 എന്നുള്ള സ്മാർട്ട് ഫോണും ചിലപ്പം ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇതിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. MediaTek Dimensity 8400 എന്ന അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ ആയിരിക്കും ഇതിൽ വരിക. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും
16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. വളരെ കൂടിയ 7000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരും. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഫോണിന്റെ വില 30,000 രൂപയ്ക്ക് താഴെയായിട്ട് തന്നെ വന്നേക്കാം. പിന്നെ ഷോമിയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഷോമി 15ഉം അതുപോലെ തന്നെ ഷോമി 15 അൾട്രയും ഈ മാസം മാർച്ച് 2-ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഇതിൽ ഷോമി 15-ൽ 6.36 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വരുന്നതായിരിക്കും. 50+50+50 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5400 mAh ബാറ്ററിയും 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. വില ഒരു 60,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ 15 അൾട്രയിൽ കുറച്ചും കൂടി വലിയ 6.73 ഇഞ്ചിന്റെ 2K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സെയിം പ്രോസസർ ആയിരിക്കും വരിക. പിന്നെ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് 200 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് വരും. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ആയിരിക്കും വരിക. പക്ഷേ 80 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ട് വന്നേക്കാം. ഈ ഫോണിന്റെ വില 1,00,000 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് വന്നേക്കാം. പിന്നെ പോക്കോയുടെ പോക്കോ M7 5G എന്ന സ്മാർട്ട് ഫോൺ മാർച്ച് 3-ന് ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ഇതിൽ 6.88 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷനിൽ വരുന്ന LCD ഡിസ്പ്ലേ ആയിരിക്കും വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചേ വരുള്ളൂ. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസർ വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നതായിരിക്കും. 5160 mAh ബാറ്ററിയും 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ വില ഒരു 8,500 to 9,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് വന്നേക്കാം. മാർച്ച് 3-നാണ് ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് കൂടാതെ OnePlus 13 mini എന്ന സ്മാർട്ട് ഫോണൊക്കെ ചിലപ്പോൾ ചൈനീസ് മാർക്കറ്റിൽ ഈ മാസം ലോഞ്ച് ചെയ്തേക്കാം. ഇത് അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഫോണായിരിക്കും. 6.3 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന OLED ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസറും 6000 mAh ബാറ്ററിയും 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വന്നേക്കാം. പക്ഷേ ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. ഈ മാസം ചൈനീസ് മാർക്കറ്റിലായിരിക്കും ലോഞ്ച് ചെയ്യുക. പിന്നെ ടെക്നോ ക്യാമോൺ 40, 40 Pro, 40 Pro 5G, 40 പ്രീമിയർ ഇതുപോലുള്ള ചില ഫോണുകൾ ഇപ്പം MWC 2025 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തോളണം എന്നില്ല. പിന്നെ ഇന്ത്യയിലെ ടെക്നോയുടെ ഭാഗത്ത് നിന്ന് ചിലപ്പം ടെക്നോ പോവ കർവ് 5G എന്ന സ്മാർട്ട് ഫോൺ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. അതുപോലെ തന്നെ ഇൻഫിനിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇൻഫിനിക്സ് നോട്ട് 50 എന്നുള്ള സ്മാർട്ട് ഫോണൊക്കെ ലോഞ്ച് ചെയ്തേക്കാം. അപ്പം ഇതൊക്കെയാണ് ഈ മാസം ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള ചില ഫോണുകൾ. ഇപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.